എല്ലാവർക്കും സക്സസ് വിത്ത് PYQ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 17/5/2023 കേരള PSC നടത്തിയ കമ്പനി ബോർഡ് LGSഉം മറ്റു എക്സാമുകളുടെയും മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നും ആ ലിസ്റ്റിൽ എത്ര ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന നദികളാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഥാർ മരുഭൂമിയാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ഏത്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അഞ്ചാമത്തെ ചോദ്യം, സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. ആറാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏത്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി വിജയനഗരയാണ്. ഏഴാമത്തെ ചോദ്യം, അറബിക്കടലിൽ രൂപം കൊണ്ട 2011 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏത്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ടൗട്ടെ ആണ്. എട്ടാമത്തെ ചോദ്യം, കേരള തീരപ്രദേശത്തു കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 1ഉം 4ഉമാണ്. ചോദ്യം നമ്പർ 9, കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി കണ്ണൂരാണ്. പത്താമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. പത്താമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമായിരുന്നു. 11ാമത്തെ ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. അതായത് പമ്പയും കൽക്കിയുമാണ്. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി താലൂക്കാണ്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1, 2, 3 എന്നിവരാണ്. ചോദ്യം നമ്പർ 14, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ പെരിയാറാണ്. ചോദ്യം നമ്പർ 15, കേരള സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ കാസർഗോഡാണ്. 16ാമത്തെ ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി നീണ്ടകരയാണ്. 17ാമത്തെ ചോദ്യം, കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി എറണാകുളം വയനാട് ആണ്. 18ാമത്തെ ചോദ്യം, 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി മിനിമോൾ എബ്രഹാം ആണ്. 19ാമത്തെ ചോദ്യം, പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഇരവിപേരൂർ ആണ്.
ചോദ്യം നമ്പർ 20. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ബംഗാളാണ്. 21ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തതേത്? 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ പ്രേമാശ്രമം ആണ്. 22ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ അരുണ ആസിഫ് അലി. 23ാമത്തെ ചോദ്യം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി പണ്ഡിത രാമാബായി. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. 24ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ഡോക്ടർ സുബ്രഹ്മണ്യ ജയശങ്കർ. ചോദ്യം നമ്പർ 25. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? 25ാമത്തെ ചോദ്യം ക്യാൻസലായി പോയ ഒരു ചോദ്യമാണ്. ചോദ്യം നമ്പർ 26. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ. 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 1930, 31, 32 വർഷങ്ങളാണ്. ചോദ്യം നമ്പർ 27. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ചോദ്യം നമ്പർ 28. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതേത്? 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് വില്ലുവണ്ടി സമരം നയിച്ചു. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ചോദ്യം നമ്പർ 29. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം. 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളാണ്. ചോദ്യം നമ്പർ 30. എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? 30ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. ചോദ്യം നമ്പർ 31. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയായ സംരക്ഷണം. ചോദ്യം നമ്പർ 32. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് ഉത്തരമായി വരുന്നത്. ചോദ്യം നമ്പർ 33. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേരളത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം നമ്പർ 34. ഗാന്ധിജി മുന്നോട്ട് വെച്ച നെയ്ംതാലി വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത്? 34ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് 1ഉം 1 മാത്രം. ചോദ്യം നമ്പർ 35. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 35ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. ചോദ്യം നമ്പർ 36. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ചോദ്യം നമ്പർ 37. ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ചോദ്യം നമ്പർ 38. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ദ്വിതീയ മേഖലയാണ്. ചോദ്യം നമ്പർ 39. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1, 2 മാത്രം ശരിയാണ്. ചോദ്യം നമ്പർ 40. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക.
40ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 1985 RRB. ചോദ്യം നമ്പർ 41. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്. 41ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി നവ ഉദാരവൽക്കരണം. ചോദ്യം നമ്പർ 42. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി സുമൻ ബെറിയാണ്. പക്ഷേ ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനി പഠിച്ചിട്ട് കാര്യമില്ല. ചോദ്യം നമ്പർ 43. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ബി മെഡിസെപ്പ്. ചോദ്യം നമ്പർ 44. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി തളിരാണ്. ചോദ്യം നമ്പർ 45. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാനായി കളിക്കുന്ന കളിക്കാരൻ ആര്? 45ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി കുൽദീപ് യാദവാണ്. ചോദ്യം നമ്പർ 46. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം. 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി 1952 ചോദ്യം നമ്പർ 47. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ച പേടകത്തിൻ്റെ പേര്. 47ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് വോസ്റ്റോക്ക് 1. ചോദ്യം നമ്പർ 48. ചന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? 48ാമത്തെ ചോദ്യമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ജൂലൈ 21 ചന്ദ്രദിനം. ചോദ്യം നമ്പർ 49. 2019 JD ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ചോദ്യം നമ്പർ 49ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഹരിഹരനാണ്. ചോദ്യം നമ്പർ 50. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? 50ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഹരിയാനക്കാരനാണ് നീരജ് ചോപ്ര. 51ാമത്തെ ചോദ്യം ഒരു ക്യാൻസലായി പോയ ചോദ്യമായിരുന്നു. 52ാമത്തെ ചോദ്യം 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം. 52ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി റോം ആയിരുന്നു. ചോദ്യം നമ്പർ 53. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം. 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ചെറുകുടലാണ്. ചോദ്യം നമ്പർ 54. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ നിശാന്തതയാണ്. ചോദ്യം നമ്പർ 55. സങ്കര ഇനം തക്കാളി ഏത്? 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി മുക്തിയാണ്. ചോദ്യം നമ്പർ 56. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? 56ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി തെന്മലയാണ്. ചോദ്യം നമ്പർ 57. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം. 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡാണ്. ചോദ്യം നമ്പർ 58. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ കോവാക്സിൻ ആണ്. 59ാമത്തെ ചോദ്യം നിപ്പ രോഗത്തിന് കാരണമാകുന്ന ജീവി. 59ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി വൈറസ് ആണ്. ചോദ്യം നമ്പർ 60. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം നമ്പർ 61. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 61ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി 30 ഡിഗ്രിയാണ്. 62ാമത്തെ ചോദ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ. 63ാമത്തെ ചോദ്യം ദ്രാവകത്തിൻ്റെ
ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആർക്കിമെഡീസിൻ്റെ തത്വമാണിത്. 64-ാമത്തെ ചോദ്യം, ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്തു സംഭവിക്കുന്നു? 64-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു. 65-ാമത്തെ ചോദ്യം, ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിൽ യാത്രികനായത്? 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ജെഫ് ബെസോസ് തന്നെയാണ്. ചോദ്യം നമ്പർ 66, അപ്പോളോ 11 ചന്ദ്രദൗത്യത്തിൻ്റെ കമാൻഡ് മൊഡ്യൂളർ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി മൈക്കൽ കോളിൻസ് ആണ്. ചോദ്യം നമ്പർ 67, ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി കൊറോണ വൈറസ് ആണ്. ചോദ്യം നമ്പർ 68, നിലവിൽ കേരള ആരോഗ്യമന്ത്രി? 68-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി വീണ ജോർജ് ആണ്. ചോദ്യം നമ്പർ 69, പക്ഷിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത്? 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വൈറസ് ആണ്. ചോദ്യം നമ്പർ 70, ലോക ജനസംഖ്യാ ദിനം? 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ജൂലൈ 11 ആണ്. ചോദ്യം നമ്പർ 71, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജനീവയാണ്. ചോദ്യം നമ്പർ 72, ഓങ്കോളജി ഏത് അസുഖത്തിനെക്കുറിച്ചുള്ള പഠനമാണ്? 72-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ചോദ്യം നമ്പർ 73, DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി വില്ലൻ ചുമ. ചോദ്യം നമ്പർ 74, സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമാകുന്ന കൊതുക് ഇനം ഏത്? 74-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഈഡിസ് ആണ്. ചോദ്യം നമ്പർ 75, സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം? 75-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി 1975 ആണ്. ചോദ്യം നമ്പർ 76, ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 76-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 1000 ആണ്. 1000 പേർക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്. ചോദ്യം നമ്പർ 77, ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? 77-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. വയറിളക്കം രോഗങ്ങൾക്കാണ് ORT നൽകുന്നത്. ചോദ്യം നമ്പർ 78, സിറം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി പൂനെയിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 79, മെലിന്ന രോഗം എന്നറിയപ്പെടുന്ന അസുഖം? 79-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ചോദ്യം നമ്പർ 80, ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? 80-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി 2010 ആണ്. 2010-ലാണ് ഇന്ത്യയിൽ ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ആരംഭിച്ചത്. ഇനി വരുന്നത് 20 മാർക്കിന് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മാത്സിൽ നിന്ന് വന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ സി ആണ്. 83-ാമത്തെ ചോദ്യം ക്യാൻസലായി പോയ ഒരു ചോദ്യമായിരുന്നു. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ഡി ആണ്. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നതും ഓപ്ഷൻ ഡി ആണ്. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ഡി ആണ്. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ബി ആണ്. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ബി ആണ്.
89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ സി ആണ്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ഡി ആണ്. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 94ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ സി. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 97ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 98ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 99ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ ഡി. 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നത് ഓപ്ഷൻ സി. നമ്മളിപ്പോൾ ചെയ്ത കമ്പനി ബോർഡ് LGSൻ്റെ കട്ട് ഓഫ് വന്നത് 76.67. ഇതിലെ മെയിൻ ലിസ്റ്റിൽ 4038 കാൻഡിഡേറ്റ്സ് ഉൾപ്പെടുകയും ചെയ്തു.